അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. രസം തയ്യാറാക്കാനായിട്ട് നമ്മളിന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. മല്ലിയില, കറിവേപ്പില, ബാക്കിയെല്ലാം ഞാൻ ചേർക്കുന്ന സമയത്ത് പറയുന്നതായിരിക്കും. നമുക്കെന്നാൽ രസം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. തിളപ്പിക്കണ്ട, നമുക്ക് ചെറിയൊരു ചൂട് മതി. നമ്മളതിലേക്ക് ഇത്ര പുളി എടുത്തിട്ടുണ്ട്. ഇത് ഒരു നെല്ലിക്ക വലിപ്പം എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടി ഇത്തിരി കൂടെ കൂടുതലുണ്ട്. ഇത് നല്ല സൂപ്പർ പുളിയാണ് കേട്ടോ, കുരുവൊന്നും ഇല്ലാത്ത പുളിയാണ്. അപ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം വയ്ക്കാം. ഇതിൻ്റെ കൂടെ കട്ടക്കായ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വെച്ചാൽ നന്നായിരിക്കും. ഒരു 3/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ അധികം ഇടണ്ട. 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുരുമുളക് ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ, നമ്മൾ മുളക് പൊടി ചേർക്കില്ല. നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാൻ പാടുള്ളൂ ഉണ്ടോ. ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരളവിൽ നമ്മൾ ചതച്ചെടുക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 കുടം വെളുത്തുള്ളി ഉണ്ട് ഇത്. അപ്പോൾ നമ്മളിത് തൊലി കളഞ്ഞിട്ടില്ല, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ നൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട പുളിയുണ്ട കുതിർന്ന് കിടക്കുകയാണ്. വെള്ളമൊക്കെ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഈ പുളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം അത് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 അടി അടിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. തക്കാളിയും പുളിയും കൂടെ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തരിതരിയായിട്ട് കിടക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കിടന്നാൽ മതി, നന്നായിട്ട് അരഞ്ഞു പോകണ്ട. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച് കൊണ്ടുവന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഉലുവയും ജീരകവും കുരുമുളകും കൂടെ ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മണം വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയിൽ നമ്മൾ മഞ്ഞൾ പൊടി മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. മഞ്ഞൾ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് കുഴപ്പമില്ല, രസത്തിന് ഇത്തിരി കളർ നല്ലതാണ്. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയും പുളിയും കൂടെ നമ്മൾ അടിച്ചെടുത്തത്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് വേണം. നമ്മൾ പുളിയല്ലേ, പുളി നല്ല പുളിയാണ്. ഇച്ചിരി ഉപ്പ് നന്നായിട്ട് ഇരുന്നോട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. വെട്ടി തിളയ്ക്കാൻ പാടില്ല. ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പതുക്കെ ഇങ്ങനെ തിള വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായി. നമുക്കിനി കായം ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. നല്ല അടിപൊളി മണമാണ്. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഉപ്പ് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് കേട്ടോ. നമ്മൾ ഈ കടകളിലൊക്കെ പോയി പാക്കറ്റിൻ്റെ രസപ്പൊടി മേടിക്കാൻ കിട്ടും. അതൊന്ന് മേടിച്ച് നമ്മൾ ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. 2 ദിവസം 3 ദിവസം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാതെ നമുക്ക് ഒരാഴ്ച വരെ വെച്ചെടുക്കാൻ പറ്റിയൊരു രസമാണിത്. നമ്മളിതിൽ പരിപ്പൊന്നും ചേർത്തിട്ടില്ല, അത് കാരണം പെട്ടെന്ന് കേടായി പോവില്ല.
നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്. നമ്മളെപ്പോഴും ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരു രസം വെക്കണം. ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസം വെക്കാറുണ്ട് രസം. അപ്പോൾ നല്ല ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഈ രസം ഇഷ്ടമാണ്. അതുകാരണം എൻ്റെ സ്പെഷ്യൽ രസമാണിത്. അപ്പോൾ നമുക്കിനി കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കാം. മല്ലിയില അതെ തണ്ടടക്കാണ് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നത്, ഇല മാത്രമല്ല. ഇത് നമുക്കിനി മൂടി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി രസമാണ് കേട്ടോ. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഹായ്, ഷിൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രസമാണ് വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ല അടിപൊളി സൂപ്പർ രസമാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രസം വയ്ക്കാനായിട്ട് നമുക്ക് പോവാം വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ല